എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അകത്ത് നല്ല രുചിയുള്ള ഒരു സ്പൈസി ഫില്ലിംഗ് വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഞാനൊന്ന് വേവിച്ചിട്ടെടുത്തതാണ്. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ച് കുക്കറിലൊന്ന് വേവിച്ചിട്ടെടുത്ത ചിക്കനാണിത്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. മിക്സിയിലിട്ടിട്ട് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുത്താലും മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതെല്ലാം കൈ വെച്ചിട്ട് തന്നെ ചെറിയതായിട്ട് ഇതിലൊന്ന് പിച്ചി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഈ ഒരു സ്നാക്സ് നമുക്ക് പൂർണ്ണമായിട്ട് മൈദയിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/4 കപ്പ് അളവിൽ മൈദ മാവും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 1/4 കപ്പ് അളവിൽ മൈദ മാവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം തന്നെ എടുത്താൽ മതി കേട്ടോ. നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അത്യാവശ്യം ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല മയത്തിൽ തന്നെ ഞാനിവിടെ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്ത ഈ ഒരു മാവ് നമുക്കിനി ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സവാള നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ബീൻസ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഞാനിതൊന്ന് ഇളക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആ ഒരു ക്യാരറ്റും ആ ഒരു ബീൻസും ഒക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ക്യാരറ്റ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും നന്നായിട്ട് തന്നെ ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ കൂട്ടിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പൊടികളുടെ ആണെങ്കിലും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഞാനൊന്ന് വേവിച്ചിട്ടെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിൽ എനിക്കൊരു സ്വല്പം എരിവ് കുറവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഈ ചിക്കനകത്തൊക്കെ ആണെങ്കിൽ ഒരു മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിലാണെങ്കിൽ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഈ ഒരു മാവ് നമുക്ക് ഇനി ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഈ ഒരു മാവ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ഒന്നും ആക്കണ്ട. ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ കുറച്ച് പൊടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാവ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയും കട്ടി കുറയരുത് കേട്ടോ. അത്യാവശ്യം ഇതൊന്ന് കട്ടിക്ക് വേണം നമ്മൾ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടി വേണം നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ. ഇനി മാവിലേക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു അറ്റത്തൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരാം. പൊട്ടിപ്പോകാതെ തന്നെ പതിയെ ഒന്ന് മടക്കി കൊണ്ടുവരാം. ഞാൻ ആ ഒരു പരത്തിയെടുത്ത ഒരു കട്ടിക്ക് തന്നെ ഏകദേശം നിങ്ങളൊന്ന് പരത്തിയിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു മാവെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഞാൻ ഇതിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഒരുപാട് ഓയിലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പലഹാരം ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു മാവൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതുപോലെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റായി. മാവ് നമുക്ക് പരത്തി ഫില്ലിംഗ് ഒക്കെ ഒറ്റയടിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ചിലവർക്ക് ഗോതമ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈദയിൽ വേണമെങ്കിൽ ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.